സോ ഗൈസ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാൻ ഓഫീസിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. മോർണിംഗ് ഓഫീസിലെത്തിയ ഉടനെ തന്നെ എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ നമ്മുടെ ടീം മെമ്പേഴ്സിനെ എല്ലാവരുടെയും ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് അവരോട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ടീം എന്നത് നമ്മൾ വർക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല, അവരുടെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാലാണ് പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. സോ നിയാസ് ഓരോ സ്റ്റുഡൻസിൻ്റെയും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഓരോ സ്റ്റുഡൻസും മാർക്കും ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കത് കണ്ട സമയത്ത് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ഓരോ ആളുകളും മാർക്കിൽ നിന്ന് നല്ല റിസൾട്ട്, നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു ഹാപ്പിനെസ് തന്നെയാണ്. സോ ഓരോ സ്റ്റുഡൻസും മാർക്കിലും ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളാണ് നിയാസിൻ്റെ ലാബിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഓരോ ദിവസവും ഓരോ വീക്കിലും ഓരോ ഡേയിലും ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഞാൻ നമ്മുടെ വീഡിയോ എഡിറ്ററായ മിലൻ ഡോട്ട്സിൻ്റെ സീനിയർ മെമ്പറായ ഷാഹിദിനോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സോ ഷാഹിദ് പുതിയ ചെയ്യുന്ന വർക്കിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായത്. അതേപോലെ മിലൻ ഡോട്ട്സിൻ്റെ മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ സീനിയർ മെമ്പറായിട്ടുള്ള ഷാരിഖാണ്. ഇന്ന് ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഗ്യാദർ ചെയ്തിരുന്നു. ബിക്കോസ് ഇന്ന് മിലൻ ഡോട്ട്സിൻ്റെ ഇഫ്താർ പാർട്ടി കണ്ടക്ട് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടീം മെമ്പേഴ്സും നേരത്തെ തന്നെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ഈവനിങ് ഒരു 6:30 6:45 ആണല്ലോ നമുക്ക് ഇഫ്താർ പാർട്ടി കാര്യങ്ങളുണ്ടാവും. സോ അതിന് വേണ്ടി എല്ലാവരും നേരത്തെ തന്നെ ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർനൂണിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിനെ ബേസ് ചെയ്ത ഒരു സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകാനുണ്ടായിരുന്നു. മിലൻ ഡോട്ട്സിൻ്റെ ഫൗണ്ടറായ കെൻസ് മിലൻ ഡോട്ട്സിൻ്റെ കൂടെയായിരുന്നു എനിക്ക് ആക്ച്വലി സൈറ്റ് വിസിറ്റ് ചെയ്യാൻ പോകാനുണ്ടായിരുന്നത്. കാലിക്കറ്റ് തന്നെയാണ് ആക്ച്വലി ലൊക്കേഷൻ വരുന്നത്. നമ്മൾ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ലൊക്കേഷൻ ആക്ച്വലി ശരിക്കും പറയുകയാണെങ്കിൽ മിലൻ ഡോട്ട്സിൻ്റെ ഫസ്റ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് മിലൻ ഡോട്ട്സിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിലുണ്ടായ ഓഫീസാണ്. സോ ഈ ഒരു ഓഫീസിൽ നിന്നാണ് ആക്ച്വലി നമ്മുടെ ജേണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചെത്തിയ സമയത്ത് മിലൻ ഡോട്ട്സിൻ്റെ HR ആയിട്ടുള്ള അർജുൻ ശങ്കർ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ HR ആയിട്ട് കുറച്ച് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മൾ HR ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്താണ് മിലൻ ഡോട്ട്സിൻ്റെ പ്രൊഡക്റ്റ് മാനേജറായ മോസിൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മിലൻ ഡോട്ട്സിൻ്റെ കറൻ്റ് ഉള്ള എല്ലാ എഡ്യൂക്കേഷൻ കാര്യങ്ങളും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് മോസിനാണ്. മിലൻ ഡോട്ട്സിൻ്റെ ഇഫ്താർ പാർട്ടി ആക്ച്വലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ചൈവേഴ്സിലായിരുന്നു. നമ്മുടെ ഓഫീസിൽ നിന്നും കുറച്ച് നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് ചൈവേഴ്സ് വരുന്നത്. സോ ചൈവേഴ്സിലായിരുന്നു നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ചൈവേഴ്സ് വരുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന വളരെയും പിന്നെ അവിടുത്തെ ഒരു ആംബിയൻസും അതേപോലെ ലൈക്ക് അവിടുത്തെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് തന്നെ കുറച്ചുകൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എക്കോസിസ്റ്റമാണ്. സോ മിലൻ ഡോട്ട്സിനെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ ഇനീഷ്യൽ ഒരു ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുന്നത് തന്നെ 1 മില്യൺ ആളുകളിലേക്ക് ഫൈനാൻഷ്യൽ ലിറ്ററസി സ്പ്രെഡ് ചെയ്യാം എന്നൊരു ആശയത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ആളുകളാണ്. സോ ഗൈസ് ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ എക്സ്പീരിയൻസ്. സോ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.